Hi guys, welcome back to Car Garage. ഒരു വാഹനം നമ്മുടെ ഗാരേജിൽ പെയിന്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഫുൾ ആയിട്ട് തന്നെ വാക്സ് പോളിഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതേ ഒരു ട്രീറ്റ്മെന്റിലാണ് ചെയ്യുന്നത്, അതിന്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാഹനം പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർഫേസ് നോക്കുമ്പോൾ ഫുൾ വെൽ ഗ്ലോസി ഷൈനിങ് ഫിനിഷിംഗ് ആയിരിക്കില്ല, ബ്ലറായി നിൽക്കും. അതേപോലെ തന്നെ ചെറിയ റഫ്നെസ് ഉണ്ടാവും. ഫേസ് നമ്മൾക്ക് അതിലേക്ക് നോക്കണേ കാണാനോ ആ ഒരു ഷൈനിങ് നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ സെറാമിക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ PPF കിറ്റ് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ 3M വാക്സ് പോളിഷിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ 3M വാക്സ് പോളിഷിംഗ് എങ്ങനെയാണ് ചെയ്യണത് എന്നാണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത്. നമ്മൾ ആ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞ വാഹനം ഏകദേശം ഒരു 2 ദിവസത്തോളം ആ വാഹനത്തുമ്പോൾ ഒന്നും ചെയ്യില്ല. 2 ദിവസത്തോളം ആ വാഹനത്തുമ്പോൾ ഒരിക്കലും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതിന് ശേഷം ആ വാഹനത്തുമ്പോൾ 2000 ml 3M എമിരിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 2000 ml യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ആ സർഫേസ് കട്ട് ചെയ്യും. സർഫേസ് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പായിട്ട് കട്ട് ചെയ്യുകയല്ല ചെയ്യണത്. നമ്മൾ ആ ഒരു ഒഴുക്ക് തീരാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സർഫേസ് കട്ട് ചെയ്യും. ആ ഒരു സർഫേസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ആ സർഫേസ് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ആ ഒരു സർഫേസ് മാറ്റ് ഫിനിഷിങ്ങിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു വണ്ടിയുടെ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു വണ്ടി സർഫേസ് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ആ ഒരു അവിടെ കിടക്കുന്ന വണ്ടി നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റില്ല. കാരണം ബ്ലറാണ്. കാരണം വണ്ടി അടിച്ചിട്ടുള്ളൂ, പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഈ വണ്ടിയുമ്പോൾ ചെയ്തിട്ടില്ല. ആ ഒരു സർഫേസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു കാർണറ്റ് റെഡ് വണ്ടി നിങ്ങൾ നോക്കിയേ, ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് അതിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫിനിഷിങ്ങിലേക്കാക്കി മാറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഫിനിഷിങ്ങിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 2000 ml യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ലെവൽ കട്ടിങ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും. അതിനുശേഷം ഫുള്ളായിട്ട് ആ ഒരു ഭാഗം മാറ്റ് ഫിനിഷിങ്ങിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യണത് ക്യാപ്സിയുടെ ക്ലിയറാണ് നമ്മൾ അടിച്ചിരുന്നത്. ക്യാപ്സിയുടെ ക്ലിയർ 2 കോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ അപ്ലൈ ചെയ്ത ക്ലിയറിൻ്റെ ഒരു നോർമൽ അംശമാണ് നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്യാൻ എടുക്കണത് കേട്ടോ. കാരണം എല്ലാവരും വിചാരിക്കും ക്ലിയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആകുമ്പോൾ ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല. നമ്മൾ ആ ഒഴുക്ക് വരുന്ന ഭാഗം മാത്രം ഒന്ന് ലെവൽ ചെയ്യണുള്ളൂ. ഫുള്ളായിട്ട് ആ ക്ലിയർ കട്ട് ചെയ്തെടുക്കുന്നില്ല. ആ ഒരു ഭാഗം മാത്രം ലെവൽ ചെയ്തെടുക്കണുള്ളൂ. ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ നോട്ടോൺ റബ്ബിങ് യൂസ് ചെയ്ത് ബഫ് ചെയ്യും. ബഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ല, ഏകദേശം 5 പ്രാവശ്യമൊക്കെ നല്ല ഒരു സർഫേസ് ഒരു പാനലിന്മേൽ തന്നെ ബഫ് ചെയ്ത് ആ ഒരു ഗ്ലോസി ഫിനിഷിങ് നമ്മളിതിപ്പോൾ ഈ ചെയ്യണ മാതിരി തന്നെ ഗ്ലോസി ഫിനിഷിങ് പുറത്തേക്ക് എടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെൽ ഫിനിഷിങ് നമുക്ക് കിട്ടും. ശരിക്കും ഒരു നല്ല രീതിയിൽ ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ് നമുക്ക് കിട്ടും. പക്ഷേ പെയിൻറ്റിങ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾക്ക് സെറ്റിങ് കാര്യങ്ങൾ ചെയ്യുക, വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സർഫേസ് എപ്പോഴും ഒരു വെൽ ഫിനിഷിങ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു വെൽ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മളുടെ ഓരോ വണ്ടിയുമേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റിങ് ചെയ്യുന്ന ഏതൊരു വണ്ടി ആയാലും നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ടിങ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഓരോ വണ്ടിയും ഡെലിവറി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് കാണിച്ചിട്ട് ചെറിയ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ നോട്ടോൺ റബ്ബിങ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് റബ്ബിങ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ 3M വാക്സ് അപ്ലൈ ചെയ്യുന്നത്. അതും ഇതേപോലെ തന്നെ ബഫ് ചെയ്ത് 3M വാക്സ് അപ്ലൈ ചെയ്ത് എടുക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് പറഞ്ഞുകൊണ്ടൊരു ചെറിയ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുറച്ച് നാളായിട്ട് കുറവുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. ഈ റെഡ് വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പാനലുകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ പാനലുകളും കാര്യങ്ങളൊക്കെ ഫുള്ളും മാറ്റ് ഫിനിഷിങ് ആക്കുന്നുണ്ട്. അത് ഇനിയുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളിലൊക്കെ ഫുള്ളും മാറ്റ് ബ്ലാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഈ വണ്ടി ഡെലിവറി. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാർ ഗാരേജിനെ. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.